Hey guys, it's me Nandakishore from Technical Gadgets Malayalam. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ മൈക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് മൈക്കിൻ്റെ ആവശ്യം വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഡബ് ചെയ്യാനോ അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ മൈക്കിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നമ്മൾ വൂ മൈക്ക് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എന്നതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് നമ്മൾ എടുക്കുക. സെറ്റിങ്സ് എടുത്ത് നമുക്ക് ഇതുപോലെ കാണാം. ഇതിൽ നമ്മൾ ട്രാൻസ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം ബ്ലൂടൂത്ത് വഴിയാണോ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈഫൈ വഴിയോ കണക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ USB വഴിയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ USB എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്യേണ്ടതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് കാണാം. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻസ് ഇല്ലാത്തവർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ എബൌട്ടിലേക്ക് പോവാം. എബൌട്ടിലേക്ക് പോയിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ബിൽഡ് നമ്പർ എന്ന് കാണാം. ഈ ബിൽഡ് നമ്പറിൽ നമ്മൾ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ടൈപ്പ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ചില ഫോണുകളിൽ അതുപോലത്തെ ലോക്കിൻ്റെ സംവിധാനം വരില്ല. 3-4 തവണ ടാപ്പ് ചെയ്യുമ്പോൾ നേരെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവുന്നതാണ്. ചില ഫോണുകളിൽ നേരെ ഇവിടെ തന്നെ കാണാം. പക്ഷേ ഈ ഫോണിൽ ഇതിൻ്റെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ് എന്നതിലാണുള്ളത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം USB ഡീബഗിങ് എന്ന് വെച്ചിട്ട് ഒരു ഓപ്ഷൻ വേണം. അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത് എനേബിൾ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇത് നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇപ്പോൾ എനേബിൾഡ് ആയിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വൂ മൈക്ക് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വെക്കാം. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡാറ്റ കേബിൾ യൂസ് ചെയ്ത് നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും നമ്മൾ USB വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാൻസ്ഫർ ഫയൽസ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ ഇത് നമ്മൾ എലോ കൊടുക്കാം. അപ്പോൾ എലോ എന്ന് എടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫോണും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ടൊരു പ്ലേ ബട്ടൺ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാം സ്റ്റാർട്ടഡ് പ്ലീസ് കണക്ട് ബൈ USB എന്ന്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ PC-യിലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കാണാം ഈ 2 ഫയലുണ്ട്. അപ്പോൾ ഈ 2 ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ വൂ മൈക്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ നമുക്ക് 4 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ USB എന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ആക്കുന്നത്. അപ്പോൾ അതങ്ങനെ കണക്ട് ആക്കണം എന്നുള്ളത് ഇതിൻ്റെ ടിപ്സൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ USB എന്നത് സെലക്ട് ചെയ്തിട്ട് കണക്റ്റ് കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ USB ആയിട്ട് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഫോണിലെ മൈക്ക് വഴി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ വോയിസ് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കൺട്രോൾ പാനലിൽ പോയിട്ട് കൺട്രോൾ പാനലിൽ നിങ്ങൾക്ക് കാണാം സൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു സൗണ്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം വൂ മൈക്ക് എന്നൊരു മൈക്രോഫോൺ. അപ്പോൾ ആ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു വിഷ്വലൈസിങ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്താൽ നിങ്ങൾ എന്ത് സംസാരിച്ചാലും നിങ്ങളുടെ ഫോണിലെ മൈക്രോഫോൺ വഴി നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വോയിസ് എത്തുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ഇൻ സ്പീക്കർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംസാരിച്ചാലും നിങ്ങളത് നേരിട്ട് സ്പീക്കറിലേക്ക് കണക്റ്റ് ആവുന്നതാണ്. റെക്കോർഡിംഗ് ആവാതെ നേരിട്ട് ലൈവായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നേരിട്ട് സ്പീക്കറിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ആംപ്ലിഫയറെല്ലാം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സംസാരിക്കുന്നത് നേരിട്ട് ലൈവായിട്ട് സ്പീക്കറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ് ഔട്ട്.